നമസ്കാരം, ഞാൻ ഡോക്ടർ ജാക്ലിൻ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഐഡിയാസ്, അതായത് ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്കോ പ്രീ ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർക്കോ പ്രമേഹ രോഗികൾക്ക് ഒരു 5 വളരെ നല്ല, അല്ലെങ്കിൽ 6 വളരെ നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഐഡിയാസ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിൽ നമ്മളൊരു ഡയബറ്റിക് പേഷ്യൻറ്റിന് ചപ്പാത്തിയോ ദോശയോ ഗോതമ്പ് കഞ്ഞിയോ ഓട്സോ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഒരു ഡയറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. ബാക്കി നല്ല 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 മിനറൽ വിറ്റമിൻസ് ആൻഡ് മിനറൽസ് ഉള്ളതും ഈ രോഗത്തെ കുറയ്ക്കുന്നതുമായ പലതരം ഭക്ഷണ പദാർത്ഥങ്ങൾ ലഭ്യമായിട്ടും ഇവയൊന്നും പകുതി കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. മിക്കവാറും ആൾക്കാരോട് ചോദിക്കുമ്പോൾ ഗോതമ്പിൻ്റെ കാര്യങ്ങളോ ഓട്സോ ഇത്രയാണ് കഴിക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള വീഡിയോ ആണ്. പ്രമേഹ രോഗികളോ അല്ലെങ്കിൽ ഡയറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ തീർച്ചയായിട്ടും കാണുക, ഉപയോഗിക്കുക, നിങ്ങൾക്ക് ഗുണം കിട്ടും എന്നുള്ളതാണ്. ഇപ്പം ആദ്യത്തെ ദിവസം, 6ാമത്തെ ദിവസത്തിൽ ആദ്യത്തെ ദിവസം നമുക്ക് കഴിക്കാൻ പറ്റിയ ബ്രേക്ക്ഫാസ്റ്റ് 2 മുട്ട പുഴുങ്ങിയതും നുറുക്ക് ഗോതമ്പിൻ്റെ കുറച്ച് ഉപ്പുമാവും. ഇത് തീർച്ചയായിട്ടും വളരെ ബെനിഫിഷ്യലാണ്. നിങ്ങൾക്ക് പ്രമേഹം കൂട്ടുന്നില്ല, വയറ് നിറയുന്നു, ഒരു ഉച്ചവരെയൊക്കെ പിടിച്ചു നിൽക്കാനുള്ള കപ്പാസിറ്റി കിട്ടുന്നു എന്നുള്ളതാണ്. ഇടയ്ക്കിടയ്ക്ക് കഴിക്കേണ്ടി വരുന്നില്ല, ഷുഗർ കുറഞ്ഞു പോകുന്നില്ല എന്നുള്ളതാണ്. അടുത്തത് ഷുഗർ രോഗികൾക്കൊക്കെ തീർച്ചയായിട്ടും കഴിക്കാൻ പറ്റും 2ാമത്തെ ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ റാഗിയുടെ പൊടി വെച്ചിട്ട് നിങ്ങൾക്ക് പുട്ടുണ്ടാക്കാം. അതിൽ വേണമെങ്കിൽ കുറച്ച് അരിപ്പൊടി ആഡ് ചെയ്തോ, അല്ലെങ്കിൽ റാഗിപ്പൊടി വെച്ചിട്ടായാലും നല്ലതാണ്. റാഗിപ്പൊടി വെച്ചിട്ടുള്ള പുട്ടും മുളപ്പിച്ച ചെറുപയറിൻ്റെ കറിയാണ് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നത്. ഇത് വളരെ ന്യൂട്രീഷ്യസ് ആണ്, കലോറി ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓവറായിട്ട് ഡൈജഷനുള്ള പ്രോബ്ലങ്ങൾ സംഭവിക്കുന്നില്ല, പെട്ടെന്ന് ഡൈജസ്റ്റ് ആവുന്നു. എന്നാൽ ഫൈബർ കണ്ടൻ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് വളരെ ഡൈജഷന് നല്ലതാണ് താനും. അതുപോലെ വിശക്കുന്നുമില്ല എന്നുള്ളതാണ് പ്രത്യേകത. 3ാമത്തെ ദിവസം ചോളത്തിൻ്റെ പൊടി. നമുക്കിതൊക്കെ സൂപ്പർ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ചോളം പൊടി വെച്ചിട്ട് നമുക്ക് ഉപ്പുമാവും വെജിറ്റബിൾസിൻ്റെ എന്തെങ്കിലും ഒരു കറിയോ കുറുമയോ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ചോളത്തിൻ്റെ പൊടി വെച്ചിട്ടുള്ള ഉപ്പുമാവ്. അതുപോലെ വെജിറ്റബിൾസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ക്യാരറ്റും അതുപോലെ തന്നെ പട്ടാണിക്കടലയും ക്യാബേജും ബ്രൊക്കോളി അങ്ങനത്തെ സാധനങ്ങളൊക്കെ പുഴുങ്ങിയിട്ട് നമുക്ക് ഇതിനോട് ഉപയോഗിക്കാവുന്നതാണ്. 4ാമത്തെ ദിവസം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് റാഗിയും ചോളവും അരിപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ദോശയോ ഇഡ്ഡലിയോ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ റിപ്പീറ്റേഷൻ പോലെ ഉപ്പുമാവ് പോലെ വരുന്നില്ല, ഇതൊരു ഇഡ്ഡലി ഉണ്ടാക്കാം നമുക്ക്. അതുപോലെ തന്നെ ചനക്കടലയുടെ കറിയും കൂടെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ ന്യൂട്രീഷ്യസ് ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. നമുക്ക് ശരീരത്തിലേക്ക് വേണ്ട വൈറ്റമിൻസ് മിനറൽസ് കുറയുന്നുമില്ല, വിശക്കുന്നുമില്ല, നല്ല ഡയബറ്റീസ് ഒക്കെ കുറയ്ക്കുന്ന രീതിയിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് താനും. 5ാമത്തെ ദിവസം നമുക്ക് ഉലുവയും ചാമേരിയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള കഞ്ഞി വെക്കാം. ചാമേരി ഡയബറ്റിക് പേഷ്യൻസിന് വളരെ നല്ലതാണ്. അരിയുടെ ഗുണങ്ങളല്ല, ഒരു മരുന്നിൻ്റെ ഗുണങ്ങളായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. 2 ടീസ്പൂൺ ഉലുവ മാത്രം ആഡ് ചെയ്താൽ മതി ചാമേരി കഞ്ഞിയുടെ കൂടെ. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് നിങ്ങൾക്ക് തേങ്ങാപ്പാലോ തേങ്ങയോ ഒക്കെ ചിരണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. 6ാമത്തെ ദിവസം നമുക്ക് പേൾ മില്ലറ്റ് അല്ലെങ്കിൽ ബജ്രയുടെ പൊടി നമുക്ക് അവൈലബിൾ ആണ്. ബജ്ര പൊടി വെച്ചിട്ടുള്ള ഉപ്പുമാവ് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ വെജിറ്റബിൾസിൻ്റെ എന്തെങ്കിലും പുഴുങ്ങിയതോ വെജിറ്റബിൾ കറിയോ ഇതിലേതെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ വളരെ കൂടുതലായിട്ട് മില്ലറ്റ്സ് ആണ് ഞാൻ എല്ലാ ദിവസവും ആഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. ഈ ദിവസങ്ങളിലെല്ലാം ഒരു മുട്ട നിങ്ങൾക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റിനോടെ കഴിക്കാൻ പറ്റുമെങ്കിലും വളരെ ബെനിഫിഷ്യൽ ആണ് കേട്ടോ. കൊളസ്ട്രോൾ ഉള്ള ആൾക്കാർക്കും തീർച്ചയായിട്ടും ട്രൈ ചെയ്യാം. ഡയബറ്റിക്, BP അങ്ങനത്തെ ഒത്തിരി തൈറോയ്ഡ് ആൾക്കാർക്ക് എല്ലാവർക്കും ഇത് വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള 6 ബ്രേക്ക്ഫാസ്റ്റ് ഐഡിയാസ് ആണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. നന്ദി.